നവരാത്രി ദീപാവലി ഉത്സവകാലത്ത് വിലക്കുറവിന്റെ ആശ്വാസത്തിൽ ജനം. രാജ്യത്ത് അവശ്യ വസ്തുക്കൾക്കും മരുന്നിനും ചെറുവാഹനങ്ങൾക്കുമുള്ള വിലക്കുറവ് പ്രാബല്യത്തിലായി. GST നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നതോടെയാണ് വിലക്കുറവ്. സാധനങ്ങളുടെ പാക്കറ്റിൽ പഴയ വിലയാണെങ്കിലും പുതിയ GST അനുസരിച്ചായിരിക്കും ബിൽ. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്ന് പ്രധാനമന്ത്രി. ജനങ്ങൾക്ക് ആശ്വാസമാണെങ്കിലും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8,000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകും എന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം ഈ നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിലിയും GST അതിൻ്റെ ഇളവുകൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. ഇത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. ഈ അവശ്യ മരുന്നുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഈ വിലക്കുറവ് ഇപ്പോൾ പ്രാബല്യത്തിലായിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്നത് ആളുകൾ? നിഖിൽ, ഉന്മേഷ്, പ്രധാനമന്ത്രിയുടെ നവരാത്രി സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഈ പുതിയ GST സ്ലാബ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഈ അവശ്യ മരുന്നുകളുടെ കാര്യത്തിൽ തന്നെയാണ്. 12% GST നൽകേണ്ടിയിരുന്ന മരുന്നുകൾക്ക് അത് 5% അത് കുറയുകയാണ്. അതായത് 7% അടക്കം കുറവ് അതിലുണ്ടാകുന്നു. 18% GST നൽകേണ്ടിടത്തു നിന്നും ആ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ ചില അവ്യക്തതകളുണ്ട് എന്നാണ് ചില മെഡിക്കൽ ഷോപ്പ് ഉടമകൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ചേട്ടപ്പോ നമ്മളിത് കൊടുത്തു തുടങ്ങിയോ? അതായത് പുതിയ GST നിരക്കിലാണോ ഇപ്പൊ മരുന്നുകൾ നൽകിയിട്ടുള്ളത്? ഓൾറെഡി ഇന്ന് മുതൽ പുതിയ GST നിരക്കിലാണ് ബില്ലടിക്കുന്നത്. 5% എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ സിസ്റ്റത്തിലൊക്കെ അത് അപ്ലോഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ചെറിയൊരു അവ്യക്തത കാര്യത്തിലുണ്ടോ നിങ്ങൾക്ക്? അവ്യക്തത ഉണ്ട്. അതെന്താ വെച്ചാല് 12% ടാക്സ് തൊട്ട് വാങ്ങി വെച്ച നിരവധി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. അതിലിപ്പോ ഓൾറെഡി ഒന്നും നോക്കുന്നില്ല. ഈ ഓർഡർ പ്രകാരം 7% കുറച്ച് കൊടുക്കുക. ആ 7% എങ്ങനെ തിരിച്ചു കിട്ടുന്നുള്ള ഒരു ആശങ്ക ഉണ്ട്. എല്ലാ റീറ്റെയിൽ ഷോപ്പിലും ഉണ്ടത്. എന്താ വെച്ചാൽ ആ ആശങ്ക വരാൻ കാരണം ഇതിന് GSTയിലേക്ക് വന്ന സമയത്ത് 4% ടാക്സ്. അത് 12% ആക്കി കഴിഞ്ഞപ്പോൾ ആ 8% പിന്നീട് വകവെച്ച് തരുന്നതുകൊണ്ട് അത് മിക്ക റീറ്റെയിൽ ഷോപ്പുകാർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് അവ്യക്തതയിൽ നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ചെറിയ ആശ്വാസമുണ്ട്. അതോടൊപ്പം പല കമ്പനികളും ഇതിന് മുന്നോടിയായിട്ട് പല മരുന്നുകൾക്കും വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആനുകൂല്യങ്ങൾ എത്ര കണ്ട് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ആളുകൾക്ക് അറിയില്ലല്ലോ ഇന്നലെ ഏതായിരുന്നു ഈ മരുന്നിന്റെ വില എന്നുള്ളത്. ഒരു സീറ്റായി വരുമ്പോൾ ഈ മരുന്നിന്റെ വില ഏതാണ്, അതിന് കുറച്ച് കിട്ടുന്നുണ്ട്. സംഭവം ഇന്നിപ്പോ വന്ന ആളുകൾക്ക് എന്താ പറയുന്നത്? അതെ, ഇന്നിപ്പോ ഇത് അറിഞ്ഞു വന്ന ആളൊന്നുമില്ല. ഓൾറെഡി വില കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും പറയാനില്ലല്ലോ. പക്ഷേ ഷോപ്പിന് ആശങ്ക എപ്പോഴും നിലനിൽക്കുകയാണ്. ഈ റീറ്റെയിൽ ഷോപ്പിന്റെ അങ്ങനെ റീറ്റെയിൽ ഷോപ്പ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശങ്കയുണ്ട് ഉന്മേഷ്. ഇപ്പൊ കാരണം ഈ കടയിൽ കാണുന്ന മുഴുവൻ സ്റ്റോക്കും അവർ നേരത്തെ എടുത്തതാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ സ്റ്റോക്കൊക്കെ കൃത്യസമയത്ത് എത്തിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് രോഗികൾ ഓരോ മരുന്നുകൾ അന്വേഷിച്ചെത്തുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവര് 12%ലും 18% GST ഒക്കെ നൽകി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളാണിവ. ഇത് 5% കുറച്ച് നൽകണമെന്ന് 7% കുറച്ച് നൽകണമെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകും. അപ്പൊ പിന്നീട് എങ്ങനെയായിരിക്കും അവർക്ക് ആ ആനുകൂല്യം തിരികെ ലഭിക്കുക തുടങ്ങിയ സംശയങ്ങളുണ്ട്. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസകരമായിട്ടുള്ള നേട്ടമാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അതും ഈ അവശ്യ മരുന്നുകളുടെ കാര്യത്തിലാണ് ഈ കാര്യമുള്ളത്. മരുന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ ഈ ബിസ്ക്കറ്റ് മുതലായ ഘീ മുതലായ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഡ്രസ്സ്, ഇതിലെല്ലാം തന്നെ കാര്യമായ മാറ്റമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മാറ്റമുള്ളതൊന്ന് ഇലക്ട്രോണിക്സ് ആണ്. ആ മേഖലയിലും കാര്യമായ മാറ്റമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ നവരാത്രി സമ്മാനം അതൊരു സമ്മാനമായി തന്നെ മാറുന്നു എന്ന് ആളുകൾ പൊതുവിൽ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങളും അങ്ങിങ്ങായി കേൾക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ വിലക്കുറവ് പ്രതിഫലിച്ചു തുടങ്ങിയെന്ന് നോക്കാം. സൂര്യശ്രീ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കുടുംബ ബജറ്റിന് ഏറെ ആശ്വാസം നൽകുന്ന GST നിരക്കിളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതാണ്. അതിന്റെ ഒരു റിയാക്ഷൻസ് ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് രാവിലെ മുതൽ തന്നെ ഈ അവശ്യ വസ്തുക്കൾ തേടിയ ആളുകളുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ആയിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിൽ അവശ്യ വസ്തുക്കളായ പാല്, അതുപോലെ തന്നെ നെയ്യ്, അങ്ങനെ അവശ്യ വസ്തുക്കൾക്കെല്ലാം തന്നെ നിരക്കിളവാണ് ഇന്നു മുതൽ വന്നിരിക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്സുകളെ സംബന്ധിച്ച് ഈ പുതിയ GST ഇംപ്ലിമെന്റേഷൻ ഞങ്ങൾ നോർമൽ ഒരു ഹൈപ്പർ മാർക്കറ്റ്സ് പോലെ ഞങ്ങൾ ഹ്യൂജ് മോർ ദാൻ 3 lakhs ആർട്ടിക്കിൾസ് ആണ് നമുക്ക് അപ്ഡേഷൻ വന്നത്. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ട്സ് ആൻഡ് IT ടീം വെർ ഫുള്ളി ഏബിൾ ടു ഡു ദാറ്റ് ഇൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. കാരണം ഇന്നലെ രാത്രി ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ഞങ്ങൾക്ക് ഷോപ്പ് തുറക്കണം, അപ്ഡേറ്റ് ചെയ്തിട്ട്.
രാവിലെ ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ആകാംക്ഷയിലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെല്ലാം FMCG പ്രോഡക്ട്സിൻ്റെ 5% GST വന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നല്ല റെസ്പോൺസാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വില കൂടുതലുണ്ടായിരുന്നു സാധനങ്ങൾക്കെല്ലാം. ഈ ഒരു GST ഇളവിലേക്ക് വന്നപ്പോൾ അത് എത്രത്തോളം പ്രൊഡക്ട്സിൽ ഏതൊക്കെ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ആളുകളുടെ ഒരു റെസ്പോൺസ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സിലാണ് നമുക്കിപ്പോൾ 12%, അതുപോലെ 18% എന്നെല്ലാം അത് നേരെ 5%-ലോട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ UHT മിൽക്ക് 0%-ലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കുറഞ്ഞ പെർസെൻറ്റേജ് നിരക്കുകളെല്ലാം അതേപോലെ തന്നെ നമ്മൾ 100% അത് നമ്മളുടെ കസ്റ്റമറിലോട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന പല ഐറ്റംസും 5%-ലേക്ക് ടാക്സ് കുറഞ്ഞിട്ടുള്ളതാണ്. ഹേസൽ നട്ട്സ്, നെയ്യ്, അതിനൊക്കെ തന്നെയും നിലവിൽ 5% നികുതിയാണ് ഉണ്ടായിരുന്നത്. 12% നേരത്തെ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കുട്ടികളൊക്കെ തന്നെ ധാരാളം എത്തിയിട്ടുണ്ട്. കാരണം ചോക്ലേറ്റ്സിന് ഒക്കെ തന്നെ വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി എത്തുന്ന നിരവധി പേരെ നമുക്കിവിടെ ലുലു സൂപ്പർ മാർക്കറ്റിൽ കാണുവാനായി സാധിക്കും. നിലവിൽ 5%-ലേക്കാണ് നിരക്ക് ഉയർന്നിരിക്കുന്നത്. പലതിനും പാലടക്കമുള്ളവയ്ക്കൊക്കെ തന്നെ നികുതിയില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിലക്കുറവിലാണ് സാധാരണക്കാർക്ക് സാധനങ്ങളെല്ലാം തന്നെ, അവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഇനി ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ബജറ്റിന് ഏറെ ആശ്വാസം നൽകുന്ന ഈ ഒരു വലിയൊരു വിപ്ലവമായിരിക്കും ഈ GST ഇളവിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പൂർണ്ണമായും പറയുവാനായി സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.